ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബാജിക്കറിയാണ്. അപ്പോൾ എങ്ങനെ ബാജിക്കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങാണ്. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവോള, പിന്നെ 2 ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളം, ഇത്രയും ഒഴിച്ച് ഞാൻ നന്നായിട്ട് ഇവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് ഇവിടെ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകോടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് മൂത്ത് കിട്ടണം നമുക്ക് ഈ പൊടി. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വെള്ളം ഇല്ലാണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ തവിയുടെ പുറകു സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ബാജിക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നന്നായി പൊടിച്ചാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം എല്ലാം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാജിക്കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാജിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ നല്ല അടിപൊളി കറിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റ, ബൈ ബൈ.